എത്രയെത്രയോ സംഭവങ്ങളാണ് അനുദിനവും നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചുറ്റുപാടും നടക്കുന്ന വിഷയങ്ങളിലേക്ക് നമ്മുടെ ചുറ്റുപാടും തലയുയർത്തി നോക്കിയാൽ ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ദൈവസ്നേഹം എന്താണ്? ദൈവസ്നേഹം അത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും കഴിയുമെങ്കിൽ അതാണ് സ്നേഹം. നമ്മളോട് തിന്മ ചെയ്യുന്നവരോട്, നമ്മളെ പകയ്ക്കുന്നവരോട്, നമ്മളെ ഉപദ്രവിക്കുന്നവരോട് മനഃപൂർവമായി ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ അത് അവിടെയാണ് സ്നേഹം, അതായത് പുറപ്പെടുവാൻ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഫലം കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അധികം സമയം നീളും. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്താണ് ക്രിസ്തുവിന്റെ സ്നേഹം? എന്താണ് ദൈവത്തിന്റെ സ്നേഹം? ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് യാതൊന്നും ആഗ്രഹിക്കാതെ നമ്മളെ സ്നേഹിക്കുന്നതായ സ്നേഹമാണ് യഥാർത്ഥ ദൈവസ്നേഹം. ക്രിസ്തുവിൽ കൂടെ, ക്രിസ്തുമസിൽ കൂടെ മാനവജാതിയോട് ദൈവം കാണിച്ചതായിരിക്കുന്ന സ്നേഹം അതാണ്. ഒന്നും മനുഷ്യരിൽ നിന്ന് ചോദിക്കാതെ ഇന്ന് നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുവാൻ നമ്മൾ കടപ്പെട്ട് നമ്മൾ വ്യഗ്രത കാണിക്കുന്നവരാണ്. ഞാൻ പറയട്ടെ, അഖിലാണ്ടങ്ങളുടെ ഉടയവനായിരിക്കുന്ന ദൈവത്തിന് നമ്മുടേതാകുന്ന ഒരു ചില്ലി പൈസയുടെ ആവശ്യമില്ല. അതായത് നമ്മളുടേതാകുന്ന ഒരു പണമോ നമ്മുടേതായിരിക്കുന്ന ഒന്നും ദൈവത്തിന് വേണ്ട. ഈ സകല ഘടാകങ്ങളും, ഈ സകല അഖിലാണ്ട ഘടാകങ്ങളെ മുഴുവനും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കി തീർത്ത ദൈവത്തിന് നമ്മുടെ 2 രൂപ തൊട്ട് വേണ്ട. 2 തൊട്ട് എഴുതുമ്പോൾ ചുണ്ടിൽ ചിരി വരും. തിണ്ടിയല്ലേ മതം തീർത്ത ദൈവമെന്നാണ് കവിവര്യന്മാർ പാടിയിട്ടുള്ളത്. അതായത് നമ്മളുടെ 2 തൊട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ സന്തോഷിച്ച് പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല. പ്രിയപ്പെട്ടവരെ, ഈ അഖിലാണ്ട ഘടാകങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടേതായിരിക്കുന്ന പണമോ നമ്മുടേതായിരിക്കുന്ന സമയങ്ങളോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവം നമ്മളെ അഗാധമായി സ്നേഹിക്കുകയാണ്. എന്നാൽ മാനവജാതി പാപം ചെയ്ത് എല്ലാവരും ദൈവിക നീതി നഷ്ടപ്പെട്ട് ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോ ഇതാ മാനവജാതിയെ തേടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സ്നേഹ ആ മൂർത്തിഭാവമാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു എന്നുള്ളത് ക്രിസ്തു ജനിച്ചതിന് ശേഷം, എന്നാൽ ഞാൻ ദൈവമായേക്കാം എന്ന് വിചാരിച്ച് ദൈവമായതല്ല. പിന്നെയോ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ് 750 1000 വർഷങ്ങൾക്കപ്പുറം പ്രവാചക പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പ്രവാചകന്മാർ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചും തന്റെ ശുശ്രൂഷകളെ കുറിച്ചും തന്റെ മരണത്തെ കുറിച്ചും യഥാവിധി അത് കൃത്യമായി പ്രവാചക പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ 2 ഭാഗമായിട്ട് പഠിക്കാനായിട്ട് കഴിയും. ഒന്ന് പഴയ നിയമവും മറ്റൊന്ന് പുതിയ നിയമവുമാണ്. പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ, അതായത് ക്രിസ്തുവിന് മുൻപ് 400 വർഷങ്ങൾക്ക് അപ്പുറത്ത് 1500 വർഷങ്ങൾക്ക് മുൻപ് അന്നു മുതൽ പല കാലഘട്ടങ്ങളിലായി എഴുതപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന പ്രവാചക പുസ്തകങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തവും സ്പഷ്ടവുമായി രേഖപ്പെടുത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ലോകത്തിൽ ജഡാവതാരമെടുത്ത് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുൻപ്, വർഷങ്ങൾക്ക് മുൻപേ പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ ജനനം എവിടെയായിരിക്കണം? ക്രിസ്തു ആരിൽ കൂടെ ജനിക്കണം? കന്യഗർഭിണിയായ യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം. കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെയുള്ള എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെ വിളിക്കപ്പെടുമെന്ന പ്രവാചക പുസ്തകങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു ലോകത്തിലേക്ക് ജഡം ധരിച്ച് ഇറങ്ങി വരികയും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു യാഗമായി തീരുവാനായിട്ടിടയായി തീർന്നു. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്
കുറച്ച് അത്ഭുതം നടത്തി, ഞാനൊരു ദൈവമാണെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ